പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസും ഇടതുപാർട്ടികളും ഒറ്റക്കെട്ടായി പോരാടുമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. കേരളത്തിലെ സാഹചര്യം പ്രതിപക്ഷ സഖ്യനീക്കത്തെ ഒരു തരത്തിലും ബാധിക്കില്ല. കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള നീക്കമാണ് കേരളത്തിൽ നടന്നത്. പ്രതിപക്ഷ സഖ്യത്തിൽ യാതൊരു ഭിന്നതയുമില്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാവുമെന്നും രാഹുലിന് പിന്തുണ വർദ്ധിച്ചുവെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. അതിർത്തിക്കപ്പുറം ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെക്കുറിച്ച് ചെന്നൈയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുത്തലിനുള്ള അവസരമായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണും. ശക്തമായ മോദി വിരുദ്ധ വികാരമുള്ള തമിഴ്നാട്ടിൽ BJPയുമായി സഖ്യമുണ്ടാക്കിയ അണ്ണാ DMKയുടെ നീക്കം പരിഹാസ്യമാണ്. അണ്ണാ DMKയ്ക്ക് ഒരു വിജയസാധ്യതയുമില്ല. എല്ലാ സർവേകളും ഇതുതന്നെയാണ് പ്രവചിക്കുന്നത്. അതാണ് സത്യം. തമിഴ്നാട്ടിൽ ഉടൻ അധികാരമാറ്റമുണ്ടാകും. തമിഴ്നാട്ടിലെ BJP നീക്കം വില പോവില്ലെന്നും നോട്ടയിൽ താഴെ വോട്ട് മാത്രമേ BJPക്ക് ലഭിക്കുകയുള്ളൂവെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. കലൈഞ്ചർ കരുണാനിധിയുടെ പ്രതിമ അനാച്ഛാദന വേദിയിൽ സോണിയാഗാന്ധിയും പിണറായി വിജയനെയും ഉൾപ്പെടെ വേദിയിലിരുത്തി രാഹുൽ ഗാന്ധി തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രിയെന്ന് സ്റ്റാലിൻ പ്രസ്താവിച്ചിരുന്നു. സ്റ്റാലിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് കർണാടകയിലെ കോൺഗ്രസ് സഖ്യകക്ഷിയായ ജനതാദൾ S നേതാവ് കുമാരസ്വാമിയാണ്. പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കോൺഗ്രസുമായി ചില സീറ്റുകളുടെ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നണി ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സംസ്ഥാനത്തെ 28 സീറ്റുകളിൽ 20 സീറ്റെങ്കിലും കോൺഗ്രസ് JDS സഖ്യം നേടുമെന്നും കുമാരസ്വാമി അവകാശപ്പെടുന്നു.